ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഇന്ന് പെരുന്നാളായിട്ട് നമുക്കൊരു മധുഹൂദ് ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണോന്നറിയില്ല. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങളാണ് ഒരു കിലോ ഉള്ളി വരുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ബേ ലീഫുണ്ട്, ലെമൺ ഉണങ്ങിയതുണ്ട്, തക്കാളി 1 കിലോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് മിക്സിയിൽ അടിക്കേണ്ടത് കേട്ടോ. പിന്നെ കറുകപ്പട്ട, ഗ്രാമ്പൂ, ജാതി, അങ്ങനെ അതെല്ലാം കൂടെ ഉണ്ട്. ഏലക്കാവുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് അതും കുറച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഞാൻ 2 കിലോ അരി വെച്ചിട്ട് ഉള്ള മധുഹൂദ് ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ. ഇത് മല്ലിയില പുതിനയിലയാണ്. 2 കിലോ അരിക്കുള്ള മധുഹൂദ് ഉണ്ടാക്കാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ചട്ടിയിലേക്ക് വഴറ്റാം. ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ബേ ലീഫ് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചതച്ച് വെച്ചിരിക്കുന്നു. ഫൈനായിട്ട് ചതച്ചതാണ് കേട്ടോ, മിക്സിയിലടിച്ചതല്ല, ഫൈനായിട്ട് ചതച്ചത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 കിലോ ബസ്മതി ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് റൈസിന് പിന്നെ 4 കിലോ കോഴി എടുത്തിട്ടുള്ള 1 കിലോ തക്കാളി കിടക്കാം. അത് ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പുതിനയും മല്ലിയിലയും കൂടെ അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടുന്നതിന് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ്സ് ഞാൻ എടുക്കുന്നത് ഇതാട്ടോ, ചിക്കൻ്റെ മാഗി ക്യൂബ്സ്. അപ്പം അത് ഇതുപോലത്തെ 2 പാക്കറ്റ് ഉണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നാരങ്ങ ഉണങ്ങിയത് അതിട്ട് കൊടുക്കുന്നുണ്ട്. 4 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, 1 കിലോ തക്കാളി അരച്ചതുണ്ട്, അതും കൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരുന്നിടം വരെ ഇതെല്ലാം നന്നായിട്ട് പിന്നെ വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇട്ട് നമുക്ക് ഇതിലേക്ക് കോഴിയെ ഇട്ട് കൊടുക്കാം. കോഴിയെ ഞാൻ ബിരിയാണി പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ കോഴി 3/4 വേവായിട്ടുണ്ട്. നമുക്ക് നേരം അരി ഊറ്റിയത് ഇട്ട് കൊടുക്കാം. ഇത് നേരം വരെ നോക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരി ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ മധുഹൂദ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മധുഹൂദ്. നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ മധുഹൂദ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മുളകും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല സെറ്റപ്പ് സംഭവം കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.